ബജറ്റ് പ്രഖ്യാപനത്തിനായി പുറപ്പെടും മുൻപ് കൃഷ്ണരാജ്, എനിക്ക് തോന്നുന്നു ധനമന്ത്രാലയത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എത്തിയിരിക്കുകയാണ്. ഓരോ വർഷവും ബജറ്റ് നടക്കുന്ന ഘട്ടങ്ങളിൽ ഇത്തരം ചില കീഴ്വഴക്കങ്ങളുണ്ട്. ആദ്യം നിർമ്മല ധനമന്ത്രാലയത്തിൽ പോകുന്നു, പിന്നീട് രാഷ്ട്രപതിയെ കണ്ട്, കാരണം 11 മണി വരെ സമയമുണ്ട്. 11 മണിക്കാണല്ലോ ബജറ്റ് അവതരണം നടക്കുക. ചുവന്ന ഡിജി ബാഗ് അത് ഉയർത്തിക്കാട്ടി വളരെ സന്തോഷവതിയായി. ഒൻപതാമത്തെ തവണയാണ് തുടരെ ഒരു ധനമന്ത്രി ഒരു സ്ത്രീയാണെന്ന് കൂടി ഓർക്കണം. ശക്തിയാണ് അതിനെന്ന് ഓർക്കണം. അതെ, നാരി ശക്തി എന്നത് കേവലം പ്രസംഗത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് പ്രായോഗിക തലത്തിൽ അത് വിദേശകാര്യം, ധനകാര്യം, പ്രതിരോധം, ഇതൊക്കെ വനിതകളെ ഒരേ കാലഘട്ടത്തിൽ ഏൽപ്പിച്ചിട്ടുള്ള ഒറ്റ കേന്ദ്ര സർക്കാർ അത് നരേന്ദ്രമോദി സർക്കാരാണ്. കാരണം വിദേശകാര്യം എന്ന വളരെ തന്ത്രപ്രധാനമായിട്ടുള്ളൊരു വകുപ്പ് സുഷമ സ്വരാജ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പ്രതിരോധം നാം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന നിർമ്മല സീതാരാമൻ തന്നെ കൈകാര്യം ചെയ്തു. ധനമന്ത്രിയായിട്ട് ഇതാ 9ാമത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്തെ തന്ത്രപ്രധാനമായ പദവികൾ വനിതകളെ ഏൽപ്പിച്ചുകൊണ്ട് നാരി ശക്തി എന്നത് യാഥാർത്ഥ്യമാക്കിയ നരേന്ദ്രമോദി സർക്കാർ അതിൻ്റെ ഒരിക്കൽ കൂടി അത്തരം ദൃശ്യങ്ങളിലേക്ക് പോകുകയാണ്. അതെ, കർത്തവ്യ ഭവനിൽ നിന്നുള്ള ദൃശ്യമാണ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസ് പുതിയ കെട്ടിടത്തിലേക്ക് മന്ത്രാലയം മാറിയതിൻ്റെ അങ്ങനെ ഒരു ചരിത്രവും ഉണ്ടല്ലോ. കാര്യം കർത്തവ്യ പഥിൽ ഇതാദ്യമായാണ് ബജറ്റ് അവതരണം നടക്കാൻ പോകുന്നത് എന്നത്. മറ്റൊന്ന്, ഒരേ ധനമന്ത്രി തന്നെ ഇങ്ങനെ തുടരെ 9ാം വട്ടം അവതരിപ്പിക്കപ്പെടുമ്പോൾ ആ ബജറ്റിനുണ്ടാകുന്ന ഒരാൾ അത് അവതരിപ്പിക്കുന്നു എന്ന തുടർച്ച മാത്രമല്ലല്ലോ, ആ ബജറ്റിൽ കൃത്യമായൊരു തുടർച്ച അല്ലാതെ തന്നെ ഉണ്ടാകുന്നു. അതുകൂടിയാകാം നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഒരു കാരണമായി മാറിയത്. കാരണം ഒരാൾ തന്നെ തൻ്റെ വീക്ഷണകോണിലൂടെ അത് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു, ജനങ്ങളുടെ വിഷയങ്ങൾ തിരിച്ചറിയുന്നു, എന്ത് സൗകര്യ വികസനമാണ് വേണ്ടതെന്ന് ആലോചിക്കുന്നു, അതിനൊപ്പം മറുവശത്ത് സാമ്പത്തികമായ വളർച്ച ലക്ഷ്യമിടുന്നു. അങ്ങനെ തുടരെ പദ്ധതികൾ കൃത്യമായി ആവിഷ്കരിച്ച് നടപ്പാക്കലിൻ്റെ പ്രതിഫലനം കൂടിയാണ് നമ്മുടെ ഭദ്രമായ സാമ്പത്തിക അവസ്ഥ എന്ന് കൂടി പറഞ്ഞു വെക്കേണ്ടത്. അതുതന്നെയാണ് 3ാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്തെ 2ാമത്തെ ബജറ്റാണ് വരുന്നത്. സ്വാഭാവികമായും വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. വികസിത ഭാരതം എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ബജറ്റ് അവതരണം തന്നെയാകും ഇന്നും ലോക്സഭയിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നടത്തുക. കാരണം 2047 ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാഷ്ട്രം 100ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയാണ്. ആ വേളയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി ഒരിക്കൽ കൂടി ഭാരതത്തെ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യമാണ് നമുക്കുള്ളത്. അതിനാലാണ് അമൃത കാലഘട്ടത്തിലൂടെയുള്ള യാത്രയിലാണ് നമ്മുടെ ഈ മഹത്തരമായ ദേശം. ഭാരതത്തിൻ്റെ 75ാം സ്വാതന്ത്ര്യദിനം മുതൽ വരുന്ന 25 വർഷക്കാലം, അതാണ് അമൃത കാലഘട്ടമെന്ന് നാം സൂചിപ്പിക്കുന്നത്. ആ അമൃത കാലഘട്ടത്തിലൂടെയുള്ള നമ്മുടെ ജൈത്രയാത്ര 2047 നമ്മുടെ ദേശം 100ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക, സൈനിക, മറ്റ് സമസ്ത മേഖലകളിലെ ഏറ്റവും വലിയ ശക്തിയായി നമ്മുടെ ദേശത്തെ മാറ്റുക എന്നതാണ്. കൃഷ്ണരാജ്, ജിഷ്ണു തയ്യാറാണ്. ജിഷ്ണു, ഇപ്പോൾ ഈ ദൃശ്യം ധനകാര്യമന്ത്രി ഇതാ കർത്തവ്യ ഭവനിൽ ധനകാര്യ മന്ത്രാലയത്തിൽ എത്തിയിരിക്കുന്നു. നിർമ്മല സീതാരാമനൊപ്പം മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ, ധനകാര്യ സഹമന്ത്രിമാർ തുടങ്ങിയവരുണ്ട്. ഇനിയും മറ്റ് ചടങ്ങുകൾ എന്തൊക്കെയാണ്? കാരണം രാഷ്ട്രപതി ഭവനിൽ പോകുന്നു, രാഷ്ട്രപതിയുടെ അനുമതി തേടുന്നു. അങ്ങനെ എല്ലാ ബജറ്റ് പുലരികളിലും നമ്മൾ കാണുന്നതായ ചില കാഴ്ചകളുണ്ട്. അത് ഓരോന്നായി ഇപ്പോൾ രാജ്യതലസ്ഥാനത്ത് നിന്നും വരുന്നു. പറയൂ ജിഷ്ണു. ഗൗതം, കൃഷ്ണരാജ്, ബജറ്റ് അവതരണത്തിനായി കേന്ദ്ര സർക്കാർ ധനമന്ത്രി നിർമ്മല സീതാരാമനും അവരുടെ ടീമും ഒരുങ്ങിക്കഴിഞ്ഞു. അതിന്റെ ഭാഗമായി ഇപ്പോൾ ധനമന്ത്രി കർത്തവ്യ ഭവൻ 1 ധനമന്ത്രാലയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ബജറ്റിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെയുള്ള ധനമന്ത്രാലയത്തിൽ നിന്ന് മാറിക്കൊണ്ട് സൗത്ത് നോർത്ത് ബ്ലോക്കുകളിലെ മുഴുവൻ ഓഫീസുകളിലും ഇപ്പോൾ കർത്തവ്യ ഭവനുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കർത്തവ്യ ഭവൻ 1 ധനമന്ത്രാലയം. അവിടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും ബജറ്റ് തയ്യാറാക്കുന്നതിനായി ധനമന്ത്രാലയം ടീമും എത്തിയിരിക്കുകയാണ്. ഇനി 10:15 കേന്ദ്ര മന്ത്രിസഭ യോഗം ചേരും. ആദ്യം കേന്ദ്ര മന്ത്രിസഭ ഈ ബജറ്റിന് അംഗീകാരം നൽകും. അതാണ് ആദ്യത്തെ നടപടി. അതിനുശേഷം ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാഷ്ട്രപതി ഭവനിലെത്തും. അവിടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ട് ബജറ്റിന് അംഗീകാരം തേടും. ബജറ്റിന് അംഗീകാരം നൽകിക്കൊണ്ട്
ധനമന്ത്രിക്ക് മധുരവും നൽകിക്കൊണ്ടാണ് രാഷ്ട്രപതി യാത്രയാക്കുക. നേരെ പാർലമെന്റിലേക്ക് എത്തും. 11 മണിയോടുകൂടി പാർലമെന്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരണം നടത്തും. രാജ്യം പൂർണ്ണമായും ആ ബജറ്റിനെ ഉറ്റുനോക്കുകയാണ്. കാരണം ഗൗതം ഇപ്പോൾ പറഞ്ഞ് വെച്ചെടുത്ത് നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഈ അമൃത കാലഘട്ടം, ഈ 25 വർഷത്തേക്കുള്ള കൃത്യമായ ബ്ലൂ പ്രിന്റുമായാണ് നരേന്ദ്രമോദി സർക്കാർ. ഈ ഒരു ഭരണം ലഭിക്കുന്ന 5 വർഷമോ അല്ലെങ്കിൽ അടുത്ത ഭരണം ലഭിക്കുമെന്ന പ്രതീക്ഷയിലേക്കുള്ള 5 വർഷമോ അല്ല, അടുത്ത 25 വർഷത്തേക്ക് ഭാരതമെന്ന നമ്മുടെ രാജ്യം എങ്ങനെ മുൻപോട്ട് പോകണമെന്ന കൃത്യമായ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. മുൻകാലങ്ങളിൽ നിന്ന് കേട്ടുപഴകിയ വമ്പൻ പ്രഖ്യാപനങ്ങൾക്കപ്പുറത്തേക്ക് രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഉൽപാദനവും വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രഖ്യാപനങ്ങൾ, കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ വികസന പദ്ധതികളിലേക്ക്. നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ വിപ്ലവകരമായിട്ടുള്ള പദ്ധതികൾ, കിസാൻ സമ്മാൻ നിധി ആണെങ്കിൽ വർഷം 6000 രൂപ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അവർക്ക് നേരിട്ട് മറ്റവർക്ക് ചെലവുകളൊന്നുമില്ലാതെ ലഭിക്കുന്ന ഒരു വരുമാനം പോലെയാണ് ആ പണം ലഭിക്കുന്നത്. കൂടാതെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജനയാണെങ്കിലും ഉജ്ജ്വൽ യോജന, അത്തരത്തിൽ നിരവധി പദ്ധതികൾ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഫണ്ട് മാറ്റിവെക്കുന്നതിനുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. ഒപ്പം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടക്കുന്ന ആദ്യ ബജറ്റാണ്. പ്രതിരോധ മേഖലയ്ക്ക് കരുത്ത് പകരുന്ന പ്രഖ്യാപനങ്ങൾ ഉറപ്പാണ്. അതോടൊപ്പം തന്നെ പ്രതിരോധ മേഖലയിൽ പോലും കയറ്റുമതി വർദ്ധിപ്പിച്ചുകൊണ്ട് സ്വയം പര്യാപ്തത, ആത്മനിർഭർ ഭാരത്, അത് കുടിൽ വ്യവസായം മുതൽ പ്രതിരോധ മേഖല വരെ കൈവരിക്കുക എന്ന വ്യക്തമായ ലക്ഷ്യം ഭാരതത്തിനുണ്ട്. അതുകൊണ്ട് പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. നിലവിൽ യൂറോപ്യൻ യൂണിയനുമായി സ്വതന്ത്ര വ്യാപാര കരാറിലേക്ക് ഭാരതം തയ്യാറെടുത്തു കഴിഞ്ഞു. ആ 27 രാജ്യങ്ങളിലേക്ക്, യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങളിലേക്ക് തീരുവയിളവോടെ ഭാരതത്തിന്റെ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾ എത്താൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാ മേഖലകളിലും ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന ആ പുതിയ സ്വതന്ത്ര വ്യാപാര കരാറിനെ അടിസ്ഥാനമാക്കിയുള്ള പ്രഖ്യാപനങ്ങൾ, ഒപ്പം ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, രാജ്യത്തെ ജനങ്ങളും പ്രത്യേകിച്ച് യുവജനതയും ഉറ്റുനോക്കുന്നത് വിദ്യാഭ്യാസം, തൊഴിൽ മേഖലകളിൽ എന്തൊക്കെ പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. നികുതി ഘടനയിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും ജനങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നു. കാരണം ഓരോ ബജറ്റിനും ആദായ നികുതി ഘടനയിൽ വലിയ മാറ്റങ്ങൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കാറുണ്ട്. പക്ഷേ നിലവിൽ ഒരു വിപ്ലവകരമായ മാറ്റം, ആദായ നികുതി 12 ലക്ഷം വരെ നികുതി ഒഴിവാക്കിക്കൊണ്ട് നികുതി ഘടനയിൽ തന്നെ ഒരു വിപ്ലവകരമായ മാറ്റം നിലവിൽ രാജ്യം നടപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ നികുതി ഘടനയിൽ ഒരു വലിയ മാറ്റങ്ങൾക്കുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകില്ല എന്നതിൽ പോലും നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. ആരോഗ്യ മേഖലയിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. കേരളത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ വിവിധ ആവശ്യങ്ങൾ ഇതിനോടകം കേരളം ഉന്നയിച്ചിട്ടുണ്ട്. 21,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ്, പ്രതിരോധ ഇടനാഴി, കാർഷിക മേഖലയിലെ പ്രത്യേക പാക്കേജ്, അങ്ങനെ വലിയ ആവശ്യങ്ങൾ കേരളം ഉന്നയിച്ചിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് റെയിൽ മേഖലയിൽ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, ആരോഗ്യ മേഖലയിൽ എയിംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള പ്രഖ്യാപനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിലുണ്ടാകും. അതിനി കേവലം 2 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ധനകാര്യ മന്ത്രാലയത്തിൽ എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരും. മന്ത്രിസഭ ബജറ്റിനാദ്യം അംഗീകാരം നൽകും. രാഷ്ട്രപതി ഭവനിൽ ദ്രൗപദി മുർമുവിനെ കണ്ട് ധനമന്ത്രി ബജറ്റ് അവതരണത്തിന് അനുമതി തേടും. ശേഷം പാർലമെന്റിൽ 11 മണിയോടുകൂടി ബജറ്റ് അവതരണം നടക്കും. ശരി, അപ്പോൾ നടപടിക്രമങ്ങൾ ഓരോന്നായി നടക്കുകയാണ്. ഇനിയും രാഷ്ട്രപതി ഭവനിലേക്കുള്ള ധനമന്ത്രിയുടെ യാത്രയാണ്. അതിനുശേഷമാണ് വളരെ സുപ്രധാനമായിട്ടുള്ള മന്ത്രിസഭാ യോഗം. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ പാർലമെന്റിലാണ് ചേരുന്നത്. മന്ത്രിസഭ അനുമതി നൽകിക്കഴിഞ്ഞാൽ പിന്നീട് 11 മണിക്ക് ധനമന്ത്രി ലോക്സഭയിൽ രാജ്യത്തിന്റെ പുരോഗതിയെ അടയാളപ്പെടുത്തുന്ന 2047 ലക്ഷ്യമിട്ടുള്ള വികസിത ഭാരതം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സുപ്രധാനമായിട്ടുള്ള ബജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും.